ഇവിടുത്തെ കുത്ത് രണ്ട് ഇവിടുന്ന് ബാക്കി നിന്നിട്ടാണ് കുത്തുന്നത്. ഒരു തുള്ളി ബ്ലഡില്ല. ആ എടുത്തോണ്ട് ആളെ ശരീരത്തുള്ള ഈ കുത്തിൽ അങ്ങനെ ഉടുപ്പിൽ മാത്രം കുറച്ച് ബ്ലഡ് വീണിട്ടുണ്ട്. വേറെ ഒരു തുള്ളി ബ്ലഡ് വെളിപ്പെട്ടില്ല. ആള് സ്പോട്ടിൽ മരിച്ചു. മരണപ്പെട്ട ശശിയുടെ 4ാമത്തെ മരുമകൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നിരന്തരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നല്ലോ ഈ സ്ഥലത്തിന്റെ പേരിലുണ്ടായത്. ഇപ്പൊ ഒരു 5-6 വർഷത്തിനിടയ്ക്കാണ് ഈ പ്രശ്നം തുടങ്ങിയത്. ഇവൻ സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു 12 വർഷത്തോളം വരും. ഇത് ഇത്രയും ഞങ്ങളെ കൊച്ചിലെ തൊട്ട് ഈ വഴി ഇവിടെ ഉണ്ട്. വഴി കഴിഞ്ഞിട്ടാണ് നമ്മളെ വേറെടുത്താണ് കിണർ വെട്ടിയപ്പോഴും പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവിടെ നിന്ന് മതിൽ കെട്ടി വന്ന് അതോടെ കെട്ടി വന്നിട്ട് ഇങ്ങോട്ട് കെട്ടാൻ തിരിഞ്ഞപ്പോഴത്തേക്കാണ് ഇവൻ പ്രശ്നം ഉണ്ടായത്. അപ്പം നമ്മൾ അതിൽ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളത് ഇവിടെ കൊടുത്തു അപേക്ഷ കൊടുത്തപ്പോൾ അവർ വന്നളന്ന് അവരളക്കം വന്നപ്പോൾ അവരെ സ്വാധീനിച്ചാണ് ഇവിടെ ഒരു ബെൻഡ് ഉണ്ടാക്കി. റിസർവിൽ 12 വർഷത്തിനകത്ത് വരും. അവൻ്റെ അമ്മാവൻ്റെ സ്ഥലമാണ്, അന്നേരം സഹോദരൻ്റെ സ്ഥലമാണ്. ഈ സ്ഥലം അവർ കൊടുത്തപ്പോൾ വാങ്ങിച്ചപ്പോഴും അവ അളന്നിട്ടോ കല്ലിട്ടോ എന്ത് ചെയ്യുന്നൊക്കെ അറിഞ്ഞില്ല. നമ്മൾ അപ്പോഴും ഇവിടെ ഇല്ല. സ്ഥലം വാങ്ങിക്കുമ്പോൾ പുറത്താണ്. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കിണർ വെട്ടിക്കുന്നത് പിള്ളേരെ വിട്ടാണ് ഇതിനെല്ലാം വെട്ടിയിടിപ്പിക്കുന്നത്. അവൻ ക്യാമറയും കൊണ്ട് വെച്ചിട്ട് ഇവർ നമുക്കൊന്നും പറയാക്കൂല. അവൻ വിട്ടുള്ള അപ്പോഴൊക്കെ കൊച്ചു പിള്ളേരായിരുന്നു. ക്യാമറ 3 ക്യാമറ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ഇളക്കി മാറ്റിയത് ഇന്ന് 3 ചന്ദ്രകൾ ഇവിടെ ക്യാമറ ഇളക്കി മാറ്റിയ ശേഷമാണ് ഇവൻ കല്ലും പിഴുതിട്ട് നിങ്ങളുടെ വീട് ഇവിടെ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും അവരെ ഉപദ്രവിക്കുക എന്താ ചെയ്യണേ കാണാൻ വേണ്ടി, അത് വീഡിയോ പ്രൂഫായിട്ട് വെക്കാൻ വേണ്ടി. കാണുന്നില്ല. എന്നാൽ 3 ദിവസമായുള്ള ഇളക്കിയിട്ട് ക്യാമറ എടുത്ത ശേഷമാണ് ഈ കല്ലെല്ലാം ഇവിടെ വെച്ചിട്ട് ഇതിനെ ഇളക്കിയിട്ട് ഇന്ന് ഇളക്കാൻ ആൾ വരും പറഞ്ഞിട്ട് ഞാൻ വന്ന് ഇതിനെല്ലാം പൊട്ടിച്ചിട്ടിട്ട് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് ഇവള് പാതിരാത്രി കല്ലിളക്കിയാണ്. ഈ വീട്ടിൽ ആളില്ല. അവള് 5-5:30 ആകുമ്പോഴേ അങ്ങ് പോകും. രാവിലെയാണ് അവരെല്ലാം ഇവിടെ വരണത്. രാത്രി ഇവിടെ ആരും ഇല്ല. എൻ്റെ അളിയൻ്റെ ഭാര്യ. അപ്പോൾ അവരിവിടെ ഇല്ല, അളിയൻ ഗൾഫിലാണ്. അപ്പോൾ ഇവിടെ അവളും കൊച്ചു മാത്രമേ, ഒരു പെൺകൊച്ചേ ഉള്ളൂ. ആരെ അയാൾക്ക് ഒരു മുളയേ ഉള്ളൂ. അളിയനൊരു മുളയേ ഉള്ളൂ. ഇവിടെ ഉള്ള 4ാമത്തെ വളരാണ് ഞാൻ കിട്ടിയത്. എൻ്റെ ഭാര്യയുടെ മൂത്താണ്, നേരെ മൂത്താണ്. 6 പിള്ളേരാണ്. 6ാമത്താണ് എൻ്റെ ഭാര്യ. നല്ല അങ്ങനെ അവര് മെനിഞ്ഞാന്ന് രാത്രി ഞാൻ നിങ്ങട്ട് ക്യാമറ ഇളക്കിയിട്ട് ഇതിനെല്ലാം അടിച്ചിട്ടിട്ടാണ് ഇവള് രാത്രി ഇളക്കിയതായിട്ട്. ഇവിടെ വേറെ ആരും ഇല്ല, അവള് മാത്രമേ ഉള്ളൂ. അവൾ രാത്രി ഇവിടെ ഇല്ല, അവളെ വീട്ടിലാണ് നിൽക്കുന്നത്. അവളെ മാവനായിട്ടാണ് വീട്ടിൽ രാവിലെയാണ് വരുന്നത്. ഇന്നലെ അവിടുത്തെ കണ്ട അളവുണ്ട് അപ്പുറത്ത്, അവർ വരെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അളക്കണത് കൊണ്ട് ഇവരെ അതിനും കൂടാണല്ലോ, ഒറ്റതിനാണ്. ഇവിടെ ബെൻഡ് കൊണ്ടുവന്നത് കൊണ്ട് അത് ആദ്യം അളന്ന ആളാണ് ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ചത്. 2ാമത് വന്നപ്പോഴും അവര് നോക്കിയപ്പോൾ മറ്റേ വ്യത്യാസം ഞാൻ അളന്നു വെച്ചു അവരവിടെ വെച്ചിട്ട് പോയി. 3ാമത് ഇപ്പൊ ഇന്നലെ വന്നപ്പോ അവർ പറയുന്നുണ്ട് സ്ഥലം 10 സെന്റ് അല്ല, ഇത് സ്ഥലം കൂടുതലുണ്ട്, 12 സെന്റോളം. ഇപ്പൊ ഡിജിറ്റൽ അളവാണല്ലോ, അവർ 12 സെന്റോളം ഉണ്ട്. ആ സ്ഥലം കൂടുതലുണ്ട്. പക്ഷെ അവന്റെ സ്ഥലം അളക്കാൻ താമസിക്കില്ല. അന്നും താമസിക്കില്ല, ഇപ്പോഴും താമസിക്കില്ല. ഇവിടെ നിലവിലുള്ളൂ 12 സെന്റ് ഉണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ പ്രശ്നം. ഇവരൊന്നിനും പ്രശ്നം തിരികെയല്ല, അവരെ ഇളക്കാൻ വന്നതാണ്. അവര് അവിടെ 2 ഫ്ലോറ്റാണ്. അവരെ മാവെല്ലാം ഇപ്പൊ ഇവന്റെ കണ്ടത്താ. ആ ചീലാന്തി വരെയും ഇവരെ കണ്ടത്താണ് നിന്നത് ഇത്രയും കാലം. ഇപ്പൊ ഈ മാവെല്ലാം അവന്റെ കണ്ടത്ത്. അവിടെ വെട്ടിച്ച് അവൻ തന്നെ വെട്ടിച്ചിട്ടുണ്ട്. പെൺപിള്ളേരെ വിട്ടാണ് എല്ലാം ചെയ്യിക്കുന്നത്. എന്നിട്ട് ഈ ഇത് ഇടിപ്പിക്കുന്നത് വഴി ഇടിച്ച് ഈ കിണർ വരെ ഇടിച്ചെല്ലാം 3 പെൺപിള്ളേർ മൊത്തം ഇടിച്ചതാണ്. ഇതാ ഫില്ലറാണല്ലേ, ആ ഫില്ലറിന്റെ അവിടെയാണ് അതിര്. ബാക്കി ഇപ്പുറം വഴിയാണ്, ഈ പോസ്റ്റിന്റെ അപ്പുറം കാണുന്ന വഴിയാണ്. അതിന്റെ ഇപ്പുറമാണ് നമ്മളെ സ്ഥലം. വഴി അടച്ചത്. രാത്രി കിട്ടും. ഇവിടെ ആളില്ല, അളിയൻ ഗൾഫിലാണ്. എത്ര വർഷം കിട്ടും. മസ്കറ്റിലായിരുന്നു, വന്നിട്ട് വീട് വെച്ച ശേഷം സൗദിയിലാണ്. ഇപ്പൊ ഇന്ന് രാവിലെയാണ് വന്നത്. അപ്പൊ ഇവിടെ ആളില്ല. ഇല്ല, അയാളും രാവിലെ വരുള്ളൂ. ഈ മോളെ വീട്ടിലല്ലേ. അപ്പൊ അങ്ങനെ രാവിലെ വരണമാണ്. ഇന്നലെ പിന്നെ അളവുള്ളതുകൊണ്ടാണ് ഇപ്പൊ അതിലിളകുമ്പോ ഇവരെ ഇതിനും കൂടാണല്ലോ, ഒറ്റ അതിരാണ്. അങ്ങനെയാണ് അയാൾ ഇന്നലെ രാവിലെ ഇവിടെ വരണത്. വേറെ ബന്ധുക്കൾ 2-3 ഉണ്ട്. അതെല്ലാം വീഡിയോയിലുണ്ട്. ഏഷ്യനിൽ ഇന്നലെ കാണിച്ച വീഡിയോ, അതില് വേറെ ഉണ്ട് വീഡിയോ. ഒരെണ്ണം അതിൽ കാണിച്ചിട്ടുള്ളൂ. അളക്കാൻ വന്നവർ അളന്നില്ല. അതിനൊന്നും തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഈ കല്ലുകൾ തെളിക്കുന്ന മുമ്പ് തന്നെ ഓടി വന്ന് കുത്തി. അവിടെ ഇരുന്ന് അവരെല്ലാം കൂടെ അവിടെ ഇരുന്ന് അവിടുന്ന് ഓടി വന്ന് കുത്തണ വീഡിയോ ഇന്നലെ ഏഷ്യനിൽ കാണിച്ചിട്ടുണ്ട്. വാർത്തയിൽ കാണിച്ചു. ഞാൻ അപ്പോൾ കടയിലുണ്ടായിരുന്നു. ഇവൻ മനഃപൂർവ്വം കത്തിയവൻ കരുതിക്കൊണ്ട് തന്നെയാണ് നടന്നത്. കഴിഞ്ഞ ലീവിന് അളിയൻ വന്നപ്പോൾ അളിയന്റെ ബാക്കിൽ നിന്ന് ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. അളിയൻ അപ്പോഴേ പറഞ്ഞു, അളിയൻ സംബന്ധിച്ചിട്ട് ബൊമ്പെ വിമാനത്തിലേക്ക് ഇറങ്ങി അങ്ങ്. അപ്പോഴവൻ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ ആക്കൂല, ഇവൻ എൻ്റെ ബാക്കിൽ നടക്കണം. അപ്പോഴേ അവൻ പറഞ്ഞിരുന്നു.
അവൻ അപ്പോഴും അവിടെ സംബന്ധം ഇട്ടിട്ട് ഉടനെ ഓടി ഇതിലെവിടെ അതിലാണ് റോഡ് ഇതിലെവിടെ വന്നു. അപ്പോഴും അവൻ പറഞ്ഞു ബാക്കിൽ നടക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവനാണ് നോട്ട് വെച്ചിരുന്നത്. പക്ഷെ അവൻ ഇല്ലാത്തപ്പോൾ ഇത് അളവ് വെച്ചുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. ഇന്നലെ അളക്കാൻ കിട്ടില്ല. അളക്കാൻ മുമ്പ് തന്നെ കുത്തി കഴിഞ്ഞിട്ട് അതുകൊണ്ട് കത്തി അവൻ കണക്കൂട്ടി ചെയ്തു വെച്ചിരുന്നതാണ്. ഒരു തുള്ളി ബ്ലഡ് താഴെ എടുത്തിട്ടില്ല. ഇവിടത്തെ കുത്ത് ഇവിടുത്തെ കുത്ത് എന്തെങ്കിലും ഇത് കാണും. മറ്റേ കാന്തത്തിന്റെ എന്തെങ്കിലും ഇതുണ്ടാവും. ഇവിടെ ഈ കുത്ത് ഇവിടുത്തെ കുത്ത് രണ്ട് ഇവിടുന്ന് ബാക്കി നിന്നിട്ടാണ് കുത്തുന്നത്. ഒരു തുള്ളി ബ്ലഡ് ഇല്ല. ആ എടുത്തോണ്ട് ആളെ ശരീരത്തുള്ള ഈ കുത്തില് അങ്ങനെ ഉടുപ്പിൽ മാത്രം കുറച്ച് ബ്ലഡ് വീണിട്ടുണ്ട്. വേറെ ഒരു തുള്ളി ബ്ലഡ് വെളിപ്പെട്ടില്ല. ആള് സ്പോട്ടിൽ മരിച്ചു. ഇത് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് 2-3 തവണ അളന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തും ആള് ഇതേ രീതിയിൽ തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത്. അപ്പോഴും അവന്റെ സ്ഥലം അളക്കാൻ താമസിക്കില്ല. ആദ്യം വന്ന ആളാണ് ഇവിടെ ഈ അതിൽ ബെൻഡ് ഉണ്ടാക്കി വെച്ചത്. റിസർവ് പ്ലാനിൽ ബെൻഡ് ഇല്ല. ഇത് പണ്ടേ ഉള്ള വഴിയാണ്. എന്റെ ചെറുപ്പം തൊട്ട് എന്നിട്ടാണ് ഇവിടെ ഒരു എന്റെ കൊണ്ട് വെച്ചിട്ട് ഇവിടുന്ന് തിരിച്ചു പിടിച്ച്. അപ്പോഴും അവരെ മാവും കൂടെ അങ്ങ് പോയി. ഇവന്റെ കിണറും പോയി, മാവും പോയി. അപ്പൊ പിന്നെ ഇപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ് അവര് കൊണ്ട് പരാതി കൊടുത്ത് 3ാമത്തെ പ്രാവശ്യം അളക്കാൻ വന്നത്. ഇപ്പൊ 2ാമത് പറഞ്ഞ ഉദ്യോഗസ്ഥനും ആദ്യം അവരുടെ കൂടെ ജോലി ചെയ്യണ സേഫ്റ്റി ആക്കാനല്ലേ നോക്കൂ. നമ്മളിപ്പോ 2ാമത്തിന്റെ പേര് പരാതി കൊടുത്തില്ല. എന്നിട്ടും 2ാമത് അളക്കുന്നതോടെ നമ്മൾ പറഞ്ഞു ശരി അത്രയും വിട്ടു കൊടുക്കാന്ന് പറഞ്ഞ് കിണറും മൂടെ എല്ലാം ഇതാക്കി തീർപ്പാക്കി സ്റ്റേഷനിൽ ചെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞ്. എന്നിട്ടാണ് അവര് പരാതി അവരെ മാവിന്റെ അവിടെ എല്ലാം വെട്ടി ഉണ്ടോ ഇത്രയും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാവിന്റെ ഇപ്പുറത്തൂടെ ആക്കി വഴി ഇവൻ തന്നെ അതെല്ലാം വെട്ടി വെച്ച്. ഇപ്പൊ ഇവിടെ ആളില്ല, ആരും ഇല്ല, ചോദിക്കില്ല. അവൻ അങ്ങ് ദൂരമായിട്ട് ചെയ്തോണ്ടിരുന്നു. പിള്ളേരെ 3 പെൺപിള്ളേരാ ഇവിടെ ഇത്രയും കിളക്കിന് വെട്ടുന്നത്. അവൻ മൊബൈലും വെച്ച് അവിടെ വയ്ക്കും. മക്കളെല്ലാം ഉച്ചയ്ക്ക് നടക്കുമ്പോ തന്നെ പിള്ളേർ പോയി. അതുകൊണ്ട് പിള്ളേരും ഭാര്യയും കൂടെ അവന്റെ കൂടെ തന്നെ 3 അവിടെ തന്നെ നിന്ന് അവര് ഇവന്റെ ബാക്കിൽ നിന്ന് ഓടി പറഞ്ഞ അതുണ്ട് വീഡിയോയിൽ. അവന്റെ ഭാര്യയും മോളും അവിടെ ഓടി പറഞ്ഞിട്ട് 2 പിള്ളേരെ മേളിൽ നിന്നുണ്ട് വീഡിയോ പിടിക്കൊണ്ട് എടുത്തത്. ഇവിടെ വന്നിട്ട് ഒരാൾ പിടിച്ചോണ്ടിരുന്നത്. അവര് പിടിക്കണോണ്ടാണ് അവര് പിടിച്ചത്. അല്ലെങ്കിൽ അതും ഇല്ല തെളിവ്. വീഡിയോ എടുത്ത ഒരു മൂത്ത ചേട്ടത്തില 2ാമത്തെ ചേട്ടത്തില മരുമോള് അവന്റെ അവരും വീഡിയോ എടുത്തു. 2 പിള്ളേരും മേളിൽ നിന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. നമസ്കാരം. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര സ്ഥലത്തിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടാകുകയും അതിന്റെ പേരിൽ ഒരു കൊലപാതകം നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ വച്ചാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നതും കൊലപാതകം നടക്കുന്നതും ശശി എന്നയാൾ മരണപ്പെടുന്നതും. ഈ കാണുന്ന ഈ വീടാണ് ഈ പ്രതിയായിട്ടുള്ള അയൽവാസിയായ സുനി എന്നുള്ള ആളുടെ വീട്. ഈ വീട്ടിൽ നിന്ന് സ്ഥലം അധികമായി എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയായിരുന്നു പരാതി. ഏകദേശം 3 തവണയോളം ഇതേ പരാതിയുടെ പേരിൽ സർവേ ഒക്കെ നടക്കുകയും സ്ഥലം അളക്കാൻ ആളുകൾ എത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു. നിരന്തരമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഇത്. ഈ ശശിയുടെ വീട്ടിലുള്ളത് 2 മരുമക്കളും മക്കളും ഒക്കെ ആയിരുന്നു. പക്ഷെ മരുമക്കളൊക്കെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണ് ഇതെന്നാണ് ഇവിടെ നിന്ന് ബന്ധുക്കളൊക്കെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് സ്ഥലം അളക്കാൻ എത്തിയപ്പോൾ ഏകദേശം ആ ഒരു പ്രദേശത്തുള്ള ആ പ്രശ്നം നടക്കുന്ന കാണുന്ന ആ ഒരു സ്ഥലം അളക്കാൻ എത്തിയപ്പോഴാണ് മറുവശത്ത് നിന്ന് ഇദ്ദേഹത്തിനെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അളവെല്ലാം കഴിഞ്ഞ് അവിടെ സംസാരിക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രദേശത്ത് ഇവിടെ വന്നിട്ട് ശശിയെ ഇദ്ദേഹം കുത്തി കൊലപ്പെടുത്തുന്നത്. കത്തി ഉപയോഗിച്ചാണ് കുത്തി കൊലപ്പെടുത്തിയത്. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ശശി മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. സാധാരണഗതിയിൽ ഇവിടെ ഉണ്ടാകുന്നത് പെൺകുട്ടികൾ സ്ത്രീകൾ മാത്രമാണ് എന്നതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നും ഈ സ്ഥലത്തിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതേസമയത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ തീരാതെ വന്നതോടുകൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇവർ സംസാരം നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. ഒടുവിൽ സ്ഥലം അവർക്ക് വേണമെന്നതാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വിട്ടു നൽകാനടക്കമുള്ള തീരുമാനത്തിലേക്ക് ഈ 2 കുടുംബങ്ങളും എത്തിയിരുന്നു എന്ന് പറയുന്നു. ഇതിനിടയിലാണ് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം, വാക്കുതർക്കം, സ്ഥലത്തിന്റെ പേരിലുള്ള ഒരു വാക്കുതർക്കവും കൊലപാതകവും ഒക്കെ നടക്കുന്നത്.